തെരഞ്ഞെടുപ്പിന് മുൻപ് ജനപ്രിയ തീരുമാനങ്ങളുമായി മന്ത്രിസഭായോഗം. KSRTC ജീവനക്കാർക്ക് 2 ഗഡു DA നൽകും. വന്യജീവി ആക്രമണത്തിൽ മരിക്കുന്നവരുടെ കുടുംബത്തിനുള്ള ധനസഹായം 10 നിന്ന് 14 ലക്ഷമാക്കി. ഇടുക്കി ജില്ലയിലെ പട്ടയ ഭൂമിയിൽ നിർമ്മാണ നിരോധനം നീക്കാനും ഇന്നത്തെ മന്ത്രിസഭാ യോഗത്തിൽ തീരുമാനമായി. മന്ത്രിസഭ നാളെ വീണ്ടും ചേരുന്നുണ്ട് എന്നതും പ്രധാനപ്പെട്ട മറ്റൊരു വാർത്ത കൂടിയാണ്. ജിബിൻ JB തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്ന കൂടുതൽ വിവരങ്ങളുമായി. ജിബിൻ, മന്ത്രിസഭായോഗം ഇന്ന് വിവിധ വിഷയങ്ങൾ ചർച്ച ചെയ്തു എന്നുള്ളത് തന്നെ ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. അതിൽ തന്നെ ചില തീരുമാനങ്ങൾ ഇതിനോടകം പുറത്തു വന്നു കഴിഞ്ഞു. അതോടൊപ്പം തന്നെ നാളെ വീണ്ടും മന്ത്രിസഭായോഗം ചേരുന്നു എന്നുള്ളതും അസാധാരണമാണ്. അതിൽ ഈ പറയുന്നത് പോലെ ശബരിമലയിലെ യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ട തീരുമാനം അതിൽ ഔദ്യോഗികമായി നാളെ സുപ്രീം കോടതിയെ അറിയിക്കേണ്ടത് നാളെയാണ്. ആ തീരുമാനത്തിലൊക്കെ ചർച്ചകൾ നടന്നു എന്ന് നമുക്ക് പുറത്തുവരുന്ന വിവരങ്ങൾ എന്തൊക്കെയാണ്? ഈ നിയമസഭാ തിരഞ്ഞെടുപ്പിന് മുന്നോടിയായുള്ള അവസാന മന്ത്രിസഭാ യോഗം എന്ന് തന്നെ നമുക്ക് പറയാം. അതുകൊണ്ട് തന്നെയാണ് ഇതിലെ തീരുമാനങ്ങൾ ഏറ്റവും നിർണായകമാകുകയും ചെയ്തിട്ടുള്ളത്. തിരഞ്ഞെടുപ്പിന് മുന്നോടിയായി ഒട്ടനവധി ഏറ്റവും പ്രാധാന്യമുള്ള സുപ്രധാന തീരുമാനങ്ങളാണ് സംസ്ഥാന സർക്കാർ ഈ യോഗത്തിൽ എടുത്തിട്ടുള്ളതെന്നാണ് പ്രധാനമായി പറയുന്നത്. അതിൽ ഏറ്റവും പ്രധാനമായി പറയുന്നത് സിനിമാ നയത്തിന് ഈ മന്ത്രിസഭാ യോഗത്തിൽ അംഗീകാരം നൽകിയിരിക്കുകയാണ്. തെരുവോരത്ത് കഴിയുന്ന കുട്ടികളുടെ പുനരധിവാസത്തിന് അതിനുവേണ്ടി ഒരു പ്രത്യേക പാക്കേജ് നൽകിയിട്ടുണ്ട്. മറ്റൊരു കാര്യമെന്ന് പറയുന്നത് KSRTC ജീവനക്കാരുടെ ഏറെ നാളുകളായിട്ടുള്ള ആവശ്യമായിരുന്നു DA കുടിശ്ശിക നൽകണമെന്നുള്ളത്. അതിൻ്റെ ആദ്യ ഗഡു നൽകാനും ഇപ്പോൾ ഈ മന്ത്രിസഭാ യോഗത്തിൽ തീരുമാനമായിട്ടുണ്ട്. വന്യജീവി ആക്രമണത്തിന് ഇരയായി മരണപ്പെടുന്നവരുടെ കുടുംബത്തിന് ലഭിച്ചിരുന്ന ധനസഹായം എന്ന് പറയുന്നത് 10 ലക്ഷം രൂപയായിരുന്നു. അത് 14 ലക്ഷം രൂപയാക്കി ഉയർത്തുകയും ചെയ്തിട്ടുണ്ട്. മറ്റൊരു കാര്യമെന്ന് പറയുന്നത് ഈ ഇടുക്കിയിലെ മലയോര മേഖലയിലെ പട്ടയഭൂമിയിൽ നിർമ്മാണ നിരോധനം എന്നുള്ള അത് നീക്കിയിരിക്കുകയാണ്. കാരണം ഈ പട്ടയം നൽകുന്ന ഭൂമിയിൽ നിലവിൽ വീട് വയ്ക്കാനും കൃഷി ആവശ്യത്തിന് മാത്രം ഉപയോഗിക്കാൻ മാത്രമായിരുന്നു നിയമം അനുവദിച്ചിരുന്നത്. അവിടെ മറ്റ് ആവശ്യങ്ങൾക്ക്, അതായത് മറ്റ് കെട്ടിട നിർമ്മാണത്തിന് കൂടി അനുമതി നൽകുന്ന ഒരു നിയമ ഭേദഗതി കൂടി ഇപ്പോൾ വന്നിരിക്കുകയാണ്. ഇത് മലയോരവാസികളുടെ ഏറെ നാളായിട്ടുള്ള ഒരു ആവശ്യമായിരുന്നു. ആ കാര്യം കൂടിയാണ് ഇന്ന് ചേർന്ന മന്ത്രിസഭാ യോഗത്തിൽ ഒരു തീരുമാനമായിരിക്കുന്നത്. പ്രത്യേകിച്ച് മന്ത്രി റോഷി അഗസ്റ്റിൻ തന്നെ പറയുകയാണ്, ഇത് മലയോര മേഖലയിലെ ജനങ്ങളുടെ ഏറെ നാളുകളായിട്ടുള്ള ആഗ്രഹമായിരുന്നു, അല്ലെങ്കിൽ ആവശ്യമായിരുന്നു. ആ ഒരു ആവശ്യമാണ് ഇവിടെ അംഗീകരിക്കപ്പെട്ടിട്ടുള്ളതെന്ന് മന്ത്രി റോഷി അഗസ്റ്റിൻ തന്നെ നേരത്തെ പറയുകയും ചെയ്തിട്ടുണ്ട്. മറ്റൊരു കാര്യമെന്ന് പറയുന്നത് ഈ തിരഞ്ഞെടുപ്പിന് മുന്നോടിയായിട്ടുള്ള ഒരു മന്ത്രിസഭാ യോഗമാണ്. അത് സാധാരണഗതിയിൽ നമ്മൾ കാണുന്ന പോലെ ഒറ്റ ദിവസം കൊണ്ട് തീരുന്നില്ല. നാളെയും ഈ മന്ത്രിസഭാ യോഗത്തിന്റെ ബാക്കി ഉണ്ടാകുമെന്ന് തന്നെയാണ് നമുക്കിപ്പോൾ അറിയാൻ സാധിക്കുന്നത്. നാളെ വൈകുന്നേരം 7 മണിക്കായിരിക്കും ഈ മന്ത്രിസഭാ യോഗം. അതിലും മറ്റ് നിർണായകമായ തീരുമാനങ്ങളുണ്ടാകും. പ്രത്യേകിച്ച് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നേരത്തെ സൂചനകൾ ലഭിച്ചിരുന്നതനുസരിച്ച് ഈ മന്ത്രിസഭാ യോഗത്തിൽ സർക്കാർ ജീവനക്കാരുടെ പ്രവൃത്തി ദിവസം അത് 5 ആക്കുമോ എന്നുള്ള കാര്യം, അത് മാത്രമല്ല ഈ സർക്കാർ ജീവനക്കാരുടെ വിരമിക്കൽ പ്രായം വർദ്ധിപ്പിക്കുന്നത്, ഇത് സംബന്ധിച്ചിട്ടുള്ള ഒരു തീരുമാനം കൂടി ഈ മന്ത്രിസഭാ യോഗത്തിൽ ഉണ്ടാകുമെന്ന് തന്നെയാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. പ്രജിത്ത്, ശരി. ജിബിൻ JB ആണ് തിരുവനന്തപുരത്ത് വിശദാംശങ്ങൾ നൽകും. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.